വെൽക്കം ടു മല്ലു ക്യൂളർ. എന്താണ് ക്യൂളേഴ്സ്? ടെൻഷനിലാണോ? നമുക്ക് ഇന്റർ വേഴ്സസ് ബാഴ്സ മാച്ചിന്റെ പ്രിവ്യൂ ഒന്ന് സംസാരിക്കാം. ഫസ്റ്റ് ലെഗ് നമ്മുടെ ഹോമിലായിരുന്നു 3-3 നമ്മൾ സംസാരിച്ച മാച്ചാണ്. സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ഹോപ്പ് വരുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പം ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ ബാഴ്സന്റെ സൈഡിൽ നിന്ന് ഗോൾ കീപ്പറുടെ കാര്യം നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ടെക് ഈസ് സ്ട്രോങ്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോഴാണ് എനിക്കിപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആര് സ്റ്റാർട്ട് ചെയ്യും, ആര് ഏതൊക്കെ പൊസിഷനിൽ കളിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു പിടിയില്ല. ഒന്ന് ഫസ്റ്റ് ലെഗിൽ നമ്മളെ ഇന്ററിട്ട് വാർത്തൊരു സ്ഥലമായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതായത് ഡംഫ്രീസ് ഓടിക്കളിക്കുന്ന ആ സൈഡ്. അവിടെ മാർട്ടിനായിരുന്നു. മാർട്ടിന് അത്യാവശ്യത്തിലധികം പണി അവിടെ ഡംഫ്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡംഫ്രീസ് അവസാനം മാൻ ഓഫ് ദ മാച്ച് അവാർഡും ആ മാച്ചിന് മേടിക്കുന്നുണ്ട്. സോ അവിടെ ഡംഫ്രീസിനെ സ്റ്റോപ്പ് ചെയ്യണം, ഡംഫ്രീസിനെ കണ്ടെയ്ൻ ചെയ്യണം. ഫസ്റ്റ് ലെഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഫിറ്റായിട്ട് ബാൾഡെ വരും, അപ്പോൾ ഡംഫ്രീസിനെ കണ്ടെയ്ൻ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ബാൾഡെ വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം വരെ നമ്മൾ വിചാരിച്ചത് ബാൾഡെ ഫിറ്റായി വരുന്നതാണ്, പക്ഷേ ബാൾഡെ വരില്ല. ബാൾഡെ സ്ക്വാഡിലും ഇല്ല. അത് വല്ലാത്തൊരു പരിപാടിയായി പോയി. എന്തായാലും അത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ബാൾഡെ വരും എന്ന് വിചാരിച്ചു, പക്ഷെ ബാൾഡെ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ലെഫ്റ്റ് ബാക്ക് ആര് കളിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. അതേസമയം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കൂണ്ടെ ഇല്ല. ഈ ഒരു സീസണിലെ വേൾഡിലെ പ്രോബബ്ലി ദ ബെസ്റ്റ് റൈറ്റ് ബാക്കാണ് കൂണ്ടെ. കൂണ്ടെ ഇല്ലാതെയാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്, എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്, എസ്പെഷ്യലി ആ സൈഡിൽ ഡിമാർക്കോ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഡിഫൻസിൽ ആരൊക്കെ ഫീൽഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുബാർസി, ഇനിഗോ. അതിൽ കുബാർസി എന്തായാലും സെൻറ്റർ ബാക്ക് തന്നെ ആയിരിക്കും കളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിഗോ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിലിടാം. ഒരു പൊട്ടൻഷ്യൽ ലെഫ്റ്റ് ബാക്ക് ഓപ്ഷനാണ് ഇനിഗോ. പിന്നെ മറ്റൊരു ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ജെറാർഡ് മാർട്ടിനാണ്. ജെറാർഡ് മാർട്ടിൻ കളിക്കുന്ന കളി നമുക്കറിയാമല്ലോ. ഇപ്പോൾ വാലഡോളിഡിനായിട്ടുള്ള മാച്ചിൽ MVP വാങ്ങിയെന്ന് വിചാരിച്ചിട്ടൊന്നും ആളുടെ ലെവൽ മാറി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് ഇന്ററാണ്. ഇന്റർനെറ്റ് കോമ്പീറ്റ് ചെയ്യാൻ ജെറാർഡ് മാർട്ടിൻ്റെ ലെവൽ പോരാ. അല്ലെങ്കിൽ ജെറാർഡ് മാർട്ടിൻ അതിനപ്പുറം ആ ഒരു മാച്ചിൽ പ്രൂവ് ചെയ്ത് നമ്മളെ കാണിക്കട്ടെ. അത് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ ജെറാർഡ് മാർട്ടിൻ്റെ ലെവൽ പോരാ. സോ വേണമെങ്കിൽ നമുക്കവിടെ ഇനിഗോ മാർട്ടിനസിനെ ഫീൽഡ് ചെയ്യാം. ഇനിഗോനെ ഫീൽഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിഗോ ലാക്ക് സ്പേസ്. ഇനിഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫൻസീവ്ലി കുറെ കൂടി സെക്യൂർഡ് ആവുമായിരിക്കും. നമുക്ക് കുറച്ചൊക്കെ ഡംഫ്രീസിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ റഫീഞ്ഞ ഐസൊലേറ്റ് ആയി പോകുന്നുള്ളതാണ് വസ്തുത. അതാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. പിന്നെ ഈ സെൻട്രൽ ബാക്ക് കളിക്കുന്ന പോലെയല്ല ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത്. കുറെ കൂടെ എനർജി വേണം, റൺസ് എടുക്കണം. ഇതൊക്കെ എന്തായാലും ഏത് ലെഫ്റ്റ് ബാക്ക് കളിച്ചു കഴിഞ്ഞാലും അവിടെ റൺസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്, ചെറിയ ലെവലിലെങ്കിലും. സോ ഇത്രയും മേജർ ആയിട്ടുള്ള ഇനിഗോ മാർട്ടിനസ് എനിക്ക് തോന്നുന്നില്ല 90 മിനിറ്റ് ഒന്നും ആൾക്ക് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്നു. ആള് ഇതിന് മുന്നത്തെ മാച്ചിലൊക്കെ ലെഫ്റ്റിൽ കളിച്ചിട്ടുള്ളത് അവസാന സമയത്ത് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനും അല്ലറ ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 90 മിനിറ്റ് ഒക്കെ കളിച്ചാൽ ആളുടെ എനർജി ലെവലിന് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും ആളവിടെ വെക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. പക്ഷെ 90 മിനിറ്റ് നമ്മൾ കാണണം. പിന്നെ ഈ പറഞ്ഞ പോലെ റഫീഞ്ഞ വല്ലാണ്ട് ഐസൊലേറ്റ് ആയി പോകും. പിന്നെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഉള്ള ഓപ്ഷൻസ് പറയുന്നത് ഒന്ന് റിഗാർഷ്യയും ഒന്ന് അറൗഹോ ആണ്. ഇപ്പോൾ റിഗാർഷ്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അല്ല ഫസ്റ്റ് അറൗഹോൻ്റെ കേസ് പറയാം. അറൗഹോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അറൗഹോ നമുക്ക് ഈ ലെവലിൽ വേണം. സെൻട്രൽ ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ടോ നമുക്ക് ഈ ലെവലിൽ വേണം. ഇനിയിപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ട് ആളെ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് ഒട്ടും പ്രസ് റെസിസ്റ്റൻ്റ് അല്ല. ആളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇന്റർ പ്രസ് ചെയ്യും, എസ്പെഷ്യലി ഡിമാർക്കോൻ്റെ സൈഡൊക്കെ. അപ്പം അവർ നല്ല രീതിക്ക് പ്രസ് ചെയ്യും, അറിയാലോ. ഭയങ്കര പ്രസ്സിങ് ആണ്. ഇപ്പോൾ ബരലിലൊക്കെ എന്താ പറയുക, നായി ഓടി വരുന്ന പോലെയാണ് ഓടി വരിക. ഒരു രക്ഷയില്ല. അവരുടെ പേസും അവരുടെ പ്രസ്സിങ്ങും ഒരു രക്ഷയില്ലാത്ത പ്രസ്സിങ് ആണ്. അപ്പം റഫോന്റെ ബിഗ് ഗെയിംസിലെ ഹിസ്റ്ററി നമുക്കറിയാം. ആള് ബിഗ് ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് പലതവണ ബ്ലണ്ടേഴ്സ് വരുത്തിയിട്ടുള്ള ആളാണ്. സോ അങ്ങനത്തെ ഒരു പേടി മനസ്സിൽ നിൽക്കുകയാണ്. ഒന്ന് ആളുടെ പ്രസ് റെസിസ്റ്റൻസ് ഇല്ലായ്മ ആൻഡ് ആളുടെ ബിഗ് ഗെയിംസിലെ ബ്ലണ്ടേഴ്സ്. പക്ഷേ ആളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പേസ് ആണ്. ലെഫ്റ്റിൽ നമുക്ക് ലാക്ക് ചെയ്യുന്ന പേസ് റൈറ്റിൽ ഈ ചങ്ങായിക്ക് ഉണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഫിസിക്കാലിറ്റി, ആൾ ഫിസിക്കലി ഒരു ബീസ്റ്റ് ആണ്, ഒരു മോൺസ്റ്റർ ആണ്. കഴിഞ്ഞ മാച്ചിൽ സെൻട്രൽ ബാക്ക് ഒക്കെ ആയിട്ട് വന്നിട്ട് ആൾ ഗംഭീര കളിയാണ് കളിച്ചത്. പിന്നെ നമുക്ക് സെറ്റ് പീസ് ഒക്കെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അറാഹു ഗ്രൗണ്ടിൽ വേണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവരുടെ പ്ലേയേഴ്സിന് അറിയാലോ. അവരിൽ ഏത് പ്ലെയറിനെ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും വെൽ ബിൽറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അവരായിട്ട് ഒരു ചെക്ക് വെക്കാൻ നമ്മളെ കയ്യിലുള്ള ഏക പ്ലെയർ എന്ന് പറയുന്നത് അറാഹു ആണ്. ഓക്കെ, അപ്പോൾ അറാഹുവിനെ റൈറ്റ് ബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ
ആളെ സെൻറ്റർ ബാക്ക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, ആളെ നമ്മൾ ഫീൽഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ള എറിക് ഗാർഷ്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എറിക് ഗാർഷ്യക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ആൾ ടെക്നിക്കലി സെക്യൂർഡ് ആണ്. ആൾ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും നടക്കൂല. പിന്നെ ഈ പറഞ്ഞ പോലെ അറിയാലോ, ആൾക്ക് പേസ് അത്രക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ യമാലിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ ഡിഫെൻസീവ്ലി നമ്മൾ അത്യാവശ്യം സെക്യൂർഡ് ആയിരിക്കും തോന്നുന്നു. ആളുടെ പേസിൻ്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല. സോ എന്തായാലും അവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഫൈനലി എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11 ഞാൻ പറയാം, അല്ല ആ ബാക്ക് ഫോർ ഞാൻ പറയാം. എത്രത്തോളം യോജിക്കുന്ന അറിയില്ല. ഒന്ന് റൈറ്റ് ബാക്ക് ആയിട്ട് ഈ ചങ്ങായി ആര്, റൈറ്റ് ബാക്ക് ആയിട്ട് അറോഹോ, സെൻറ്റർ ബാക്ക് ആയിട്ട് നമ്മുടെ കുബാർസി, ആൻഡ് മറ്റൊരു സെൻറ്റർ ബാക്ക് ആയിട്ട് ക്രിസ്ത്യൻസനെ ഞാൻ വിചാരിക്കുകയാണ്. അത് ശരിയാവില്ലെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്തോ വേണമെങ്കിൽ നമുക്ക് റൈറ്റിൽ എറിക്കിനിട്ടിട്ട് സെൻറ്ററിലേക്ക് അറോഹോനെ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിൽ ഇനീഗോനെ ഇടാം, ഈ പണി നടക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ ഓക്കെ ആ രീതിക്ക് നമുക്ക് ചിന്തിക്കാം. അതായത് റൈറ്റിൽ നമ്മുടെ റൈറ്റിൽ എറിക്കിനിട്ടിട്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് അറോഹോ, മറ്റൊരു സെൻറ്റർ ബാക്ക് ആയിട്ട് കുബാർസി ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇനീഗോ, ഈ രീതിക്ക് നമുക്ക് ചിന്തിക്കാം. ക്രിസ്ത്യൻസൺ കുറേ അല്ലേ ബിഗ് മാച്ച് ഒക്കെ കളിച്ചെടുത്തു, തൽക്കാലം ക്രിസ്ത്യൻസൺ പുറത്തിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഫോർ എന്ന് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് റിക്കിനെ വലിച്ചിട്ട് റൈറ്റ് ബാക്കിൽ ഈ ചങ്ങായിനെ ഇടാം, അറോഹോനെ ഇട്ടിട്ട് സെൻറ്റർ ബാക്കായിട്ട് ക്രിസ്ത്യൻസൺ ഇടാം, ലെഫ്റ്റിൽ ഇനിഗോനെ നിർത്താം. മാർട്ടിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ ഡിഫൻസിൽ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ആണ്. ലെഫ്റ്റ് ബാക്ക്, സ്റ്റാർട്ടിങ് ലെഫ്റ്റ് ബാക്ക് ഇല്ല, സ്റ്റാർട്ടിങ് റൈറ്റ് ബാക്ക് ഇല്ല. പിന്നെ നമ്മൾ അറോഹോയ്ക്ക് ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല, ഏരിയയിൽ സ്ട്രോങ് അല്ല. ഓക്കെ, അതാണ് നമ്മൾ ഡിഫൻസ് തന്നെയാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സെറ്റ് പീസ് ഡിഫെൻഡിങ് എനിക്ക് തോന്നുന്നു അവർ ട്രെയിൻ ചെയ്തത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സെറ്റ് പീസ് ഡിഫെൻഡിങ് നമ്മളുടേത് ഭയങ്കര മോശമാണ്. സോ അത് ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു പെർഫെക്ഷനിലേക്ക് തന്നെ ഉയരണം, അത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് ഫ്രാങ്കി ഡിയോങ്, പെഡ്രി ആൻഡ് ഓൾമോ, ഇതിൽ ഓൾമോ ആണ് കത്തേണ്ടത്. അവന്മാർ ലോ ബ്ലോക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഓൾമോ കൂടി തിളങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു എന്താ പറയുക സ്കോറിങ് വരുള്ളൂ. പെഡ്രി കളിക്കും, ഡിയോങ് കളിക്കും നമുക്കറിയാം. ഓൾമോ കൂടി ഓൾമോൻ്റെ ഫോമിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ലോ ബ്ലോക്കിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഓൾമോ കൂടെ ഫോമായി നമുക്ക് പറ്റും, അത് ഉറപ്പാണ്. നാളെ ഓൾമോ ഫോം ആണെങ്കിൽ മിക്കവാറും നമുക്ക് ജയിക്കാനുള്ള പ്രോബബിലിറ്റി നല്ലോണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഓൾമോ ഫോം ആയില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഫെർമിനെ കൊണ്ട് പെട്ടെന്ന് കൂട്ടിയാൽ കൂടണമെന്നില്ല. പിന്നെ നമ്മുടെ റൈറ്റിൽ യമാൽ, ലെഫ്റ്റിൽ റഫീഞ്ഞ ആൻഡ് സ്ട്രൈക്കറായിട്ട് അവിടെ ലെവൻഡോസ്കി തിരിച്ചെത്തുകയാണ്. അപ്പോൾ അത് നല്ലൊരു ന്യൂസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അപ്പം റൈറ്റ് ബാക്ക് പോയി, അതേപോലെ ബാൾഡ് വരികയും ചെയ്തില്ല. ഒരാൾ വരുമ്പോൾ രണ്ടാൾ പോകുന്നത് വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ടീമിനെ കുറിച്ച് അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, അതൊക്കെ തന്നെ സ്റ്റാർട്ടിങ് 11 കുറിച്ച്. അവരുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ലൗട്ടറോ മാർട്ടിനസ് റിക്കവർ ആയി എന്നാണ് കേൾക്കുന്നത്, ഫിറ്റാണ്, മാച്ച് ഫിറ്റാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതേസമയം പവാഡിന് ഇപ്പോൾ ലാസ്റ്റ് എന്തോ ചെറിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. സോ പവാഡ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യൂല. സോ അവരുടെ ഡിഫൻസ് എന്ന് പറയുന്നത് മിക്കവാറും അസർബി, ബാസ്റ്റണി ആൻഡ് ബിസക്ക ആയിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവർ ആ ഒരു ബാക്ക് ത്രീ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിമാർക്കോ ഉണ്ടായിരിക്കും, ഡംഫ്രീസ് ഉണ്ടായിരിക്കും. ഇവരെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത പണിയാണ്, എസ്പെഷ്യലി ഡംഫ്രീസിന്. ഇപ്പോൾ ഡിമാർക്കോൻ്റെ സൈഡിൽ നമുക്ക് യമാൽ ഉണ്ടെന്ന് വിചാരിക്കാം. യമാലിൻ്റെ ത്രെറ്റ് കാരണം ഡിമാർക്കോ ഔട്ട് ആൻഡ് ഔട്ടായിട്ട് അറ്റാക്ക് ചെയ്ത് കയറി വരാനൊക്കെ ഒരു മടി കാണിക്കും. പക്ഷേ നമ്മുടെ ആ ഡംഫ്രീസിൻ്റെ സൈഡ് അത് ഇത്തിരി പാടാണ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് ബറല്ല, മെക്കിത്രായൻ, ചലനാലു ഇവരൊക്കെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ടൂല് തുറാമും സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ ലൗട്ടറും സ്റ്റാർട്ട് ചെയ്യും. ലൗട്ടർ ഫിറ്റാന്നാണ് കേൾക്കുന്നത്. സോ ഈ ഡീപ്പിലേക്കൊക്കെ വന്നിട്ട് ലൗട്ടറോ മാർട്ടിനസ് കൊടുക്കുന്ന ബോളുകളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെയൊക്കെ നമ്മുടെ പ്ലെയേഴ്സ് എക്സ്ട്രാ കെയർ എടുക്കണം, പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ മാച്ചപ്പ് പറയുന്നതിൽ കാര്യമില്ല. അതായത് ഇപ്പം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഡംഫ്രീസ് വേഴ്സസ് ഇനീഗോ ആണോ, ഡംഫ്രീസ് വേഴ്സസ് നമ്മുടെ ആരാണ്, ഡംഫ്രീസ് വേഴ്സസ് മാർട്ടിനാണ് വരിക എന്ന് നമുക്കറിയില്ല. സോ ആരൊക്കെ വേഴ്സസ് ആരൊക്കെ കളിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ സാൻസിറോയിലാണ് കളി. സാൻസിറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി ജയിച്ചു വരാൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ല. സാൻസിറോ പോയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും, ജയിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്വാഡ് മെൻ്റലി അത്യാവശ്യം സ്ട്രോങ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ അൺഅവൈലബിലിറ്റി കാരണം അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ നമുക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 3-2 അല്ലെങ്കിൽ ഒരു 2-1 നമ്മൾ ജയിക്കുന്നതാണ്. എനിവേ ലെറ്റ് സി.
അവർ സ്ട്രോങ് ആണ്, പക്ഷേ സംഭവം നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ബാഴ്സ ജയിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമുക്കിത് ഭയങ്കര മെൻ്റൽ ബ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റയലിനായിട്ടുള്ള മാച്ച് തോറ്റതിന് ശേഷം അത്ലറ്റിക്കോക്ക് വന്നല്ലൊരു മെൻ്റൽ ബ്ലോ. ആ മെൻ്റൽ ബ്ലോ കാരണമാണ് അവരെ കയ്യിൽ നിന്ന് ലാലിഗ പോലും പോയത്. സോ അങ്ങനെ ഒരു മെൻ്റൽ ബ്ലോ ഒന്നും ഈ ഒരു മാച്ച് ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എങ്ങനെയാലും ജയിക്കണം. ഞാൻ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ എല്ലാവരും ഇപ്പോഴും ഇന്ററിനെയാണ് ഫേവറേറ്റ്സ് വെക്കും. ഓഫ് കോഴ്സ് ഞാനും വെക്കുന്നത്. പക്ഷേ ആസ് എ ഫാൻ എന്നുള്ള നിലക്കാണ് ആ ഒരു വിജയം ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. ഓക്കെ, സോ മാച്ചിൽ എന്ത് നടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഒന്ന് ഇൻസാഗിൻ്റെ സൈഡാണ്. ഇൻസാഗിൻ്റെ ഫുട്ബോൾ നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്ക് കളിക്കാനും ഔട്ട് ആൻഡ് ഔട്ട് ഡിഫെൻഡ് ചെയ്യാനും ഒരു മടിയില്ലാത്ത മനുഷ്യനാണ് ഇൻസാഗി എന്ന് പറയുന്നത്. പിന്നെ ഫ്ലിക്കിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഹൈ ഇൻറ്റൻസ് ആയിട്ട് ഫ്ലിക്ക് കളിക്കും. ഹൈ ലൈൻ ആയിരിക്കും കളിക്കുക. ഹൈ ലൈൻ എങ്ങനെ പൊട്ടിക്കണം എന്നുള്ള പ്ലാൻ ഔട്ടായിരിക്കും മിക്കവാറും ഈ ഒരു ഡേയിൽ അവർ വരാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ലെഗിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പിന് മുന്നിൽ അവർ വല്ലാണ്ട് പെട്ടു പോകുന്നുണ്ട്. സോ ഇപ്പം അവരതെന്തായാലും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. സോ എന്തായാലും കാത്തിരുന്ന് കാണണം. പിന്നെ അവരുടെ ലാസ്റ്റ് ലീഗ് മാച്ചിൽ അവർ ഓൾമോസ്റ്റ് എൻ്റയർ 11 റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അവരെല്ലാവരും റെസ്റ്റ് കിട്ടിയിട്ടാണ് വരുന്നത്. നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞ മാച്ച് ബലഡോളിനായിട്ടുള്ള മാച്ച് ആണെങ്കിലും ഒരുവിധം എല്ലാവരും കളിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ലെവ കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഒരുവിധം എല്ലാവരും കളിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു ഷോ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സ്ട്രെങ്ത്, വാട്ട് വി ക്യാൻ ഡു. അതും സാൻസിറോയിൽ പോയിട്ട് കാണിക്കാനുള്ള ഒരു അവസരമാണ് ഉള്ളത്. ജയിക്കണം, ജയിക്കുന്നു പ്രതീക്ഷിക്കാം. ഭയങ്കര ടെൻഷനാണ്, ഒരു രക്ഷയില്ല. എന്തായാലും നോക്കാം നമുക്ക്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ജയിച്ചാൽ മതി.